ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു VVS വേൾഡ്. VVS വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഫുള്ള് സൈക്ലിംഗ് വീഡിയോസ് ആണല്ലോ പലരും പറയാൻ തുടങ്ങി. കുറേ ദിവസമായിട്ട് ഞാൻ ഫുള്ള് സൈക്ലിംഗ് വീഡിയോസ് ആയിരുന്നു. അപ്പം ഇനി അത് കാണിച്ച് നിങ്ങളെ ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഇന്ന് വീണ്ടും ഒരു ടെക് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം, അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പം ഞാൻ ഇതുപോലെ യൂട്യൂബിൽ ഒക്കെ ഒരുപാട് സെർച്ച് ചെയ്തപ്പം കൂടുതൽ പേരും ചെയ്ത് കണ്ടിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുറത്തുള്ള ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറിയിട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിൽ നമ്മുടെ ആളുകളുടെ, അതായത് എന്താണോ നമുക്ക് വേണ്ടത് ആ ഭാഗം ഇങ്ങനെ വരച്ചെടുത്തിട്ടൊക്കെ ഇമേജ് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഇതിനൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിൽ ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറിയിട്ട് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഞാൻ പറയണ്ടല്ലോ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട, അങ്ങോട്ട് ചെയ്തേക്കുക. അപ്പോൾ വാ വീഡിയോയ്ക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാണിച്ചല്ലോ, സ്ക്രീനിൽ നോക്കിക്കോളൂ. അതുകൊണ്ട് ഇവിടെ വരും സ്ക്രീനിൽ നോക്കിക്കോ. നമ്മുടെ ഫസ്റ്റ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ സ്പാർക്ക് പോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത്. അഡോബ് സ്പാർക്ക് പോസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അത് ഞാനിത് ഓൾറെഡി ഇതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഫസ്റ്റ് വരിക. കണ്ടല്ലോ, ഇവിടെ താഴെ റൈറ്റ് സൈഡിലായിട്ടൊരു പ്ലസ് ബട്ടൺ കണ്ടില്ലേ? ആ പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് ഇമേജസ് ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് നമ്മുടെ ഫോണിലെ ഇമേജ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇമേജ് എടുക്കാൻ നമ്മൾ നേരെ താഴെ തന്നെ സെൻട്രലായിട്ട് ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നേരെ ഗാലറി പോവുക. ഗാലറി പോയി കഴിയുമ്പോൾ നമ്മുടെ ഒരുപാട് ഫോട്ടോസ്, നമ്മൾക്ക് വേണ്ട ഫോട്ടോ ഏതാണോ നമ്മളത് സെലക്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഏത് ഫോട്ടോ എടുക്കും എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കണ്ടേ, കൊള്ളാവുന്നൊരു ഫോട്ടോ നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മേളിൽ റൈറ്റ് സൈഡിലായിട്ട് ആഡ് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തുമ്പോൾ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. താഴെ കണ്ടല്ലോ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടത്, ഏത് സൈസിലാണ് ഇമേജ് വേണ്ടെങ്കിൽ അതാണ്. നമുക്ക് സോഷ്യൽ മീഡിയസിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ സൈസിൽ തന്നെ ഇവിടെ താഴെ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഡിഫോൾട്ടായിട്ടുള്ളത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മേളിൽ ഡണ്ണ് കൊടുക്കുക. ഡൺ കൊടുത്തു കഴിയുമ്പം ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഇതിലോട്ട് വന്നു കഴിഞ്ഞു. ഇന്ന് ഫസ്റ്റ് ടെക്സ്റ്റ്, നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. തൽക്കാലം ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. ക്ലിക്ക് ചെയ്യുക, താഴെ ഡിലീറ്റ് ഓപ്ഷൻ വരും. ഡിലീറ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഡിലീറ്റ് ആവും. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, വേറെ ഒന്നുമില്ല, നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടല്ലോ ഒരു ഓപ്ഷൻ വന്നു. അതിൽ താഴെ തന്നെ ഉണ്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്ന് കിടപ്പുണ്ട് താഴെ സെൻറ്ററിൽ തന്നെ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. ബാക്ക്ഗ്രൗണ്ട് പോയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അഡോബിൻ്റെ വാട്ടർ ഉണ്ടല്ലോ, അത് വാട്ടർമാർക്ക് നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വാട്ടർമാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ റിമൂവ് ലോഗോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, കണ്ടല്ലോ കളറിൽ. അല്ല, ഇവിടെ തന്നെ നമുക്കിതൊന്ന് നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിൽ കണ്ടല്ലോ ഈ ഇമേജ് നമുക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്കിത് ഏത് ഭാഗത്താണ് വെക്കേണ്ടത്, ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ഭാഗത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെച്ചാൽ ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പം റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, കണ്ടല്ലോ. ഈ റീപ്ലേസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഇമേജസ് ഉണ്ടാവും. ഇനി ഇൻ കേസ് നമുക്ക് ഫോണിലുള്ളതാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഗാലറി പോയിട്ട് സെലക്ട് ചെയ്യാം. ഞാൻ എഡിറ്റിങ്ങിൽ അത്ര ക്യാമറൊന്നുമല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. തൽക്കാലം ഞാൻ ഇതിലൊരു സാധാ ഇമേജ് നോക്കിയിട്ട് സെലക്ട് ചെയ്യുവാണ്. ഇതിലിപ്പോൾ ഏത് ഇമേജാണ് എടുക്കുക, ഞാൻ എഡിറ്റിങ്ങിൽ അത്ര വലിയതൊന്നുമല്ല കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഇതിന്നൊരു ഇമേജ് സെലക്ട് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിപരമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം ഒരു ഫസ്റ്റ് ഇമേജ് തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ലോഡ് ചെയ്യുകയാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറിക്കഴിഞ്ഞു. ഞാനിപ്പോൾ ബാറ്റും പിടിച്ചിരിക്കുന്നത് എവിടെയാണ്, ബീച്ചിൽ.
ഓക്കെ, ഞാനിപ്പോൾ ഇരിക്കുന്നത് ബീച്ചിലാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ ഇവിടെ താഴെ ഡണ്ണ് കൊടുത്ത് ഈ പുള്ളിക്കാരനെ മേളിൽ കാണുന്ന ഡൗൺലോഡിൻ്റെ മാർക്കുണ്ടല്ലോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നമ്മുടെ ഫോണിലായി സേവ് ആയി കഴിഞ്ഞു. ഇമേജ് നമ്മുടെ ഗാലറിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് നമ്മുടെ ചാനലെങ്കിൽ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.